ഒരു ചെറുപ്പക്കാരൻ ഈ പറഞ്ഞ പോലെ രാത്രിയിൽ ഒരു അവിഹിതം കാണുന്നതും അതാരാണ് എന്ന് പുള്ളിക്ക് ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അത് ആരാണെന്ന് കണ്ടുപിടിക്കാനും അവരെ കൈയോടെ പൂട്ടാനും അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സിറ്റുവേഷണൽ കോമഡി കാര്യങ്ങൾ അതുപോലെ ഡയലോഗ് ഡെലിവറീസ് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറീസ് ആണ്. നമ്മുടെ നാട്ടിൻപുറത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇവരുമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. 1.25 മണിക്കൂറാണ് പടമുള്ളൂ. പടത്തിൻ്റെ ദൈർഘ്യം വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ ലാഗ് അടിക്കാതെ പടം ഒറ്റയിരിപ്പിൽ തന്നെ ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അനാവശ്യമായ രംഗങ്ങളോ കാര്യങ്ങളോ പാട്ടുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് 1.25 മണിക്കൂർ പടം വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ വിജയുടെ കത്തി സിനിമയിലെ റെഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അതെനിക്ക് നല്ലൊരു കോമഡിയൊക്കെ ആയിട്ട് തോന്നി. ഇതിനകത്ത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ക്ലൈമാക്സ് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്കത് യോജിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഈ കാലത്ത് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ലീഗലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ലീഗലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റും. ഈ ഒരു അവിഹിതത്തിലോട്ടൊക്കെ പോവുക, എന്നിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യുക, അതിനെ വൈറ്റ് വാഷ് അടിച്ച് വെളുപ്പിക്കാൻ നോക്കുക ഈ അവിഹിതത്തെ, അതൊക്കെ പരമ ബോറായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് അവിഹിതത്തിനൊരു പ്രൊമോഷൻ പോലെയാണ്. ഇന്നത്തെ കാലത്ത് അവിഹിതം ചെയ്താലും തെറ്റൊന്നുമില്ല, അങ്ങനത്തെ ഒരു മൈൻഡാണ് പറഞ്ഞു വിടുന്നത് പടം. അപ്പോൾ അതുകൊണ്ട് ക്ലൈമാക്സ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റിയില്ല. ഈ അവിഹിതം എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷനൊക്കെ തരുന്നുണ്ട്. അത് നാട്ടുകാരുടെ മാനസികാവസ്ഥയൊക്കെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവമൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയാണ് ക്ലൈമാക്സ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കാണുക. പടം അത്യാവശ്യം ഒരു തവണ കണ്ടുവിടാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. അപ്പോൾ സമയമുള്ളവരൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പടത്തിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ ഓക്കെ, ബൈ.